ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ഹീറോയി ജേഹൂബ് പറയുന്നത് ഷോക്കിൽ എന്ത് ജേഹൂബിന് ചെയ്തു എന്ന് പറഞ്ഞു. ഹീറോയിനോട് അങ്ങനെ ഹീറോയ്ക്ക് ഇന്ത്യ ശേഷം മാരേജ് നടന്നതുകൊണ്ട് കൊറിയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു പിന്നെ എല്ലാവരും ഇതിൽ വിളിച്ച് ഇങ്ങനെ ഇത് പറഞ്ഞ് അവിടെ പാർട്ടി ആ പാർട്ടി അവിടെ വെച്ചായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് അത് ഇതെല്ലാം കൊടുക്കാൻ ജേഹൂബ് സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങി. ഇസ് മൈ വൈഫ് ജേഹൂബ് പറയുമ്പോൾ കുറച്ച് ഗേൾസുകളെ സാഡായിരുന്നു. ഹോബി നീ മാരേജ് കഴിച്ചോ എന്ന് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ജേഹൂബ് സ്മൈൽ ചെയ്ത് പറയായിരുന്നു. അങ്ങനെ ഹീറോയിനെ മാരേജ് ഹീറോയിനോട് സംസാരിക്കുന്നു. ആ ചെക്കനും വന്നായിരുന്നു. ആ ചെക്കൻ നോക്കിയായിരുന്നു എന്ത് ജേഹൂബിൻ്റെ ഗേൾ ഫ്രണ്ട് അറിയാതെ ഞാൻ സംസാരിച്ചല്ലപ്പാന്ന്. അങ്ങനെ ഹീറോയിൻ വീട് നോക്കിയായിരുന്നു. വീട് കണ്ടു കഥയായിരുന്നു. ജേഹൂബ് സ്മൈൽ ചെയ്ത് കുറേ ഡേയ്സ് കഴിഞ്ഞു ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. അങ്ങനെ ഒരു ബേബീസ് വളർന്നു വലുതായി. അമ്മ എനിക്ക് കോളേജുകൾ ലേറ്റായി എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ വളർന്നത് വലുതായി. ഇപ്പോൾ അവർക്കും 20 വയസ്സായി. അങ്ങനെ പറയാൻ തുടങ്ങി. അമ്മ ഞാൻ കോളേജിൽ പോകാൻ. എന്നടാ പറയുന്നത്? ഞാൻ ഗ്രാമത്തിൽ പോകാൻ. അത് ഗേൾ ബേബിയും അത് തന്നെ. ഗേൾക്ക് 18 വയസ്സായി. അങ്ങനെ അമ്മ ഞാനും കൂടെ വരാം. ജേഹൂബ് പറയുന്നു എന്താ നിങ്ങൾ പോവാണ് ഡാഡി അങ്ങനെ പറയായിരുന്നു. ജേഹൂബ് ശരി ഓക്കെ നീ പോയിട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഇന്ത്യയിൽ വന്ന് സംസാരിക്കാം ബിസിനസ് പറഞ്ഞു. അത് ഹീറോയിൻ്റെ അനിയനും ബിസിനസ് നോക്കുകയാണ് കമ്പനി CEO ആയിട്ട്. അതിനായിട്ട് ഹീറോയി പറയായിരുന്നു അച്ഛൻ എന്ത് പറ്റിയച്ഛൻ ഒന്നുമില്ലടി ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജേഹൂബിൻ്റെ ബേബീസ് എല്ലാം ഭയങ്കര ടെൻഷൻ തല്ലുണ്ടാക്കുന്നതാണ്. ജേഹൂബിൻ്റെ ഫസ്റ്റ് ബേബിക്ക് 20 വയസ്സ്. അതിനായിട്ട് ട്വിൻസ് പറഞ്ഞ ഒരു ബോയ് ബേബി ഒരു ഗേൾ ബേബി. ഗേൾ അവിടെ നോക്കും. അതെ ജേഹൂബ് മാതിരിയാണ് ഒരു ആക്ടറാകും. ഗേൾ ബേബി അവിടെ അങ്ങനെ ജേഹൂബിൻ്റെ കമ്പനി നോക്കാൻ തുടങ്ങിയായിരുന്നു. ജേഹൂബ് പറയാൻ തുടങ്ങി എന്താടാ പറയുന്നത്. പിന്നെ ജേഹൂബ് നോക്കുമ്പോൾ ഒരു ബോയ് ബേബി വന്നു. ജേഹൂബ് നോക്കി മുറിക്കായിരുന്നു. ഡാഡി ഇപ്പം ഞാൻ +2 പഠിക്കുക. നെക്സ്റ്റ് ഡാഡി കമ്പനി ഞാൻ നോക്കാൻ പോവാം എന്ന് പറഞ്ഞ പോയക്കിനെ അവിടെ നിന്ന് പോയി. ശരി ഇവന് കുറേ ടെൻഷൻ ആക്കണ്ട അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആക്കുമ്പോൾ എല്ലാവരും കുറേ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞ് ആ കുട്ടി വളർന്നു. എല്ലാവരും വലുതായി. മാരേജാണ്. ഹീറോയിൻ്റെ ഫസ്റ്റ് ബേബിക്കും മാരേജ്. ഗേൾ ബേബിക്കും ബോയ് ബേബിക്കും മാരേജാണ്. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. ജേഹൂബ് ഷുഗാനെ നോക്കുമായിരുന്നു. ഷുഗ പറയായിരുന്നു നിൻ്റെ മോനിക്ക് മാരേജാണ്. അതെ എന്നാൽ ജേഹൂബ് സ്മൈൽ ചെയ്യുന്നു. ജേഹൂബിൻ്റെ മോനിക്കും ഷുഗാൻ്റെ മോക്കും മാരേജാണ്. പിന്നെ ഗേൾ ബേബിക്കും ആറാമിൻ്റെ മോനിക്കും മാരേജ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുമായിരുന്നു. മാരേജ് നന്നായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഡാഡി എന്താ ആറ്റി അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് കഴിഞ്ഞ് ജേഹൂബ് പറയാൻ തുടങ്ങി എന്താ ഹോബി ഇങ്ങനെ ചെയ്തത് നമുക്ക് ഒരെണ്ണം പോവാൻ ഇങ്ങനെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ. എല്ലാവരും ഇങ്ങനെ ഓരോ ഐഡിയൽസ് അവർ എപ്പോഴും ഒരേ ഐഡിയൽ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അവർ ഇപ്പം ബിസിനസ് നോക്കായിരുന്നു. ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു ഡാഡിൻ്റെ മാതിരി ആവണമെന്ന്. ശരിടാ അങ്ങനെയൊന്നും വേണ്ടില്ല. അങ്ങനെ അവർ ബിസിനസ് ഭയങ്കര ഹാപ്പി ഫാമിലി ആയിട്ട് ഇരിക്കും. അവർ ഡാഡിൻ്റെ ഉള്ള സ്റ്റോറി കേട്ട് ആ സ്റ്റോറി എഴുതായിരുന്നു. ഡാഡിൻ്റെ സ്റ്റോറി അത്രയൊരു മൊക്കെയുണ്ട്. ആറാം അങ്കിളുടെ സ്റ്റോറി സൂപ്പർ എന്ന് പറഞ്ഞു. ആറാം എൻ്റെ ലോസ്റ്റ് സൂപ്പറാണോ അതെ എന്ന് പറഞ്ഞേനെ. ഹീറോ ശരിക്കും ഹാപ്പി എൻഡിങ്.